ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെവിയിലിരിക്കുന്ന ഈ ഒരു സാധനം, അതായത് എയർപോർട്ട് പ്രോ 5 എന്ന് പറയുന്ന ഈ ഒരു എയർപോർട്ടിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു അൺബോക്സിങ് റിവ്യൂ ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, കുറച്ച് ദിവസം ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ലോക്ക് കുടുങ്ങി ആകെ അടങ്ങാറായിപ്പോയി. അതുകൊണ്ടാണ് കുറച്ച് ദിവസം ലേറ്റ് ആയത്. അപ്പോൾ നിങ്ങളോട് ഏവരും ആ ഒരു വിഷയത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് റിവ്യൂയിലേക്കെല്ലാം കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു എയർപോർട്ട് ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ബോക്സും കാര്യങ്ങൾക്കും ജസ്റ്റ് നോക്കാം. ഇവിടെ കൊണ്ട് നമുക്ക് എയർപോർട്ടിൻ്റെ ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ഇമേജ് ഇവിടെ നൽകിയത് കാണാൻ സാധിക്കും. അതിൻ്റെ അടിയിലായിക്കൊണ്ട് പ്രോ 5 എന്നിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ അടിയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കെല്ലാം വരാം. അതിന് മുമ്പ് ബോക്സ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇതിൻ്റെ എയർപോർട്ടിൻ്റെ ഒരു യൂസർ മാനുവൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ചാർജിങ്ങിനായിക്കൊണ്ട് നമ്മുടെ ഐഫോണിൻ്റെ നോർമൽ ചാർജറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ എയർപോർട്ട്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇവർ പുറത്തിറക്കിയിരിക്കുന്നത്. നമ്മുടെ എയർപോർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ബോക്സിലാണ് ഇവർ എയർപോർട്ട് പ്രോ നൽകിയിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇവിടെ ആയിക്കോട്ടെ നമുക്കൊരു LED ലൈറ്റ് ഇവർ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇത് ചാർജിങ്ങിൻ്റെ സമയത്ത് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ കത്തുന്ന ഒരു LED ലൈറ്റ് ഇവർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടിയിലായിക്കൊണ്ടാണ് ഇവർ നോർമൽ ഐഫോൺ ചാർജറാണ് നൽകിയിരിക്കുന്നത്. സാധാരണ നമ്മുടെ നോർമൽ ഐഫോൺ ചാർജർ തന്നെയാണ്. അതോടൊപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവർ നൽകിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ ബട്ടൺ, നമുക്കിത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെയുള്ള ഒരു പവർ ബട്ടൺ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കി നല്ലൊരു ലുക്കിൽ തന്നെയാണ്. നമ്മളെ സാധാ പോലെ എന്താ പറയുക, ഒരു പിടുത്തോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മളിതെടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം ലുക്കിൽ ഇവർ പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ട് നോക്കിക്കഴിഞ്ഞാൽ എയർപോർട്ടിനേക്കാളും ഈ സ്റ്റെമ്പ് എന്നറിയപ്പെടുന്ന ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് വളരെ ചെറിയ സൈസിലാണ് എയർപോർട്ട് പ്രോ അവർ ഇറക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു എയർപോർട്ട് പ്രോൻ്റെ അടിഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാർജിങ്ങിൻ്റെ ഫെസിലിറ്റി അവർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൈക്കും വരുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. ടച്ച് കൺട്രോളിങ് ഈ ഒരു എയർപോർട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ടച്ച് കൺട്രോളിങ് വരുന്നത്. ആ ഒരു ടച്ച് കൺട്രോളിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് എന്താണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് അത് പ്ലേ ചെയ്യാനും യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കോൾ ഈ ഒരു എയർപോർട്ട് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോൾ വരുന്ന സമയത്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സിംഗിൾ ടാപ്പ് ചെയ്താൽ മതി. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സിംഗിൾ ടാപ്പ് ചെയ്താൽ മതി. നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത പാട്ട് പ്ലേ ചെയ്യാനും, അതോടൊപ്പം തന്നെ നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ പാട്ട്, അങ്ങനെയൊക്കെ ടച്ച് കൺട്രോളിങ്ങും ഈ ഒരു എയർപോർട്ടിന് നൽകിയിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു ടച്ച് കൺട്രോളിങ്ങിൻ്റെ സിസ്റ്റമൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓഡിയോ ക്വാളിറ്റി പരിശോധിക്കാൻ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ എയർപോർട്ട് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ആദ്യം പെയർ ചെയ്യേണ്ടതുണ്ട്. പെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ബ്ലൂടൂത്ത് ഓൺ ആക്കുക. ബ്ലൂടൂത്ത് ഇതാക്കി ഇവിടെ എയർപോർട്ട്സ് കണക്ട് ആയിട്ടുണ്ട്. എടുത്ത് പുറത്ത് വെക്കുമ്പോഴേക്ക് ഓട്ടോമാറ്റിക് കണക്ട് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ചാർജിങ് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 100% ചാർജ് ഇതിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, വളരെ നല്ല രീതിക്കുള്ള ഓഡിയോ ക്വാളിറ്റി തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ എയർപോർട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. എയർപോർട്ടിൽ നിന്ന് എയർപോർട്ട് പ്രോയിലേക്ക് വരുമ്പോൾ നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബോക്സിന് വരുന്നത് ബാറ്ററി കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 260 mAh ആണ്. അഥവാ 40 മണിക്കൂറോളം നമുക്ക് ഇതിൽ നിന്ന് ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് കയറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ എയർപോർട്ടിൽ വരുന്ന ബാറ്ററിയിൽ നൽകിയിരിക്കുന്നത് 30 mAh ബാറ്ററിയാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏകദേശം 2-2.25 മണിക്കൂറോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചാർജിങ് അതുവരെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു എയർപോർട്ട് പ്രോ 5 എന്ന് പറയുന്ന ഈ ഒരു എയർപോർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.